ഒരിക്കൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായി. തങ്ങളിൽ ഏറ്റവും വലിയ ദൈവം ആരാന്നുള്ളത്. തർക്കം മൂത്ത് ദേവന്മാരിലേക്ക് ഈ വിഷയമെത്തി. ബ്രഹ്മാവ് മഹാദേവനെ പരിഗണിച്ചില്ല. മഹാദേവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ അഹങ്കാരത്തോടെയും സംസാരിച്ചു. ഇത് കേട്ട് മഹാദേവൻ കോപിഷ്ഠനായി. അദ്ദേഹത്തിൻ്റെ ധ്രുവമധ്യത്തിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരികയാണ്. ആ ജന്മമെടുത്ത രൂപമാണ് കാലഭൈരവൻ. ചോര നിറത്തിലുള്ള കണ്ണുകളും തലയിൽ അഗ്നിയും കയ്യിൽ ഗദയും ശൂലവും എല്ലാം കൂടി ചേർന്ന് അതിഭീകരമായ രൂപം കണ്ട് ദേവന്മാർ പോലും ഭയന്നുപോയി. കാലഭൈരവന്റെ അതിഭീകര രൂപം കണ്ടിട്ടും ബ്രഹ്മദേവന് മാറ്റമൊന്നും ഉണ്ടായില്ല. അഹങ്കാരം വർദ്ധിച്ചതേ ഉള്ളൂ. ഇത് കണ്ട് കോപിഷ്ഠനായ കാലഭൈരവൻ തൻ്റെ നഖമുപയോഗിച്ച് ബ്രഹ്മദേവന്റെ 5ാമത്തെ ശിരസ് അറുത്തുമാറ്റി. ബ്രഹ്മദേവൻ കാലഭൈരവന് മുമ്പിൽ തൊഴുത് മാപ്പപേക്ഷിച്ചു. ശിരസ് അറുത്തു മാറ്റിയതിൻ്റെ പേരിൽ കാലഭൈരവന് ബ്രഹ്മഹത്യ ശാപം ലഭിച്ചു. ഈ ശാപത്തു നിന്നും മുക്തി നേടുവാൻ മഹാദേവൻ കാലഭൈരവനോട് കാശിയിൽ പോയി തപസ്സിരിക്കുവാൻ ആവശ്യപ്പെട്ടു. കാശിയിൽ കാലഭൈരവൻ തപസ്സിരിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഹ്മദേവന്റെ 5ാമത്തെ ശിരസ് ഗംഗയിൽ വീണു. അങ്ങനെ കാലഭൈരവന് മുക്തി ലഭിച്ചു. തുടർന്ന് അദ്ദേഹം കാശിയുടെ സംരക്ഷകനായി, സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അധിപനായി മാറി.